നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൊഴിവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ അഞ്ജു അറസ്റ്റിലായിരിക്കുകയാണ്. അവിവാഹിതയായ 21-കാരി അഞ്ജുവാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട്ടിലെ ശുചിമുറിയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽവീട്ടിലെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ശുചിമുറിയിൽ പ്രസവിച്ചതും വീടിനോട് ചേർന്ന അയൽവീട്ടിലെ പറമ്പിലേക്ക് ചേമ്പിലയിൽ പൊതിഞ്ഞ പെൺകുഞ്ഞിനെ വലിച്ചെറിഞ്ഞതുമെല്ലാം തെളിവെടുപ്പിനിടെ 21-കാരി പോലീസിനോട് വിശദീകരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ അഞ്ജുവിനെ ഉച്ചയോടെ ഇലവംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ മെഴുവേലിയിലെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പും നടത്തി. നാട്ടുകാരടക്കം വൻ ജനക്കൂട്ടമാണ് സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രക്തസ്രവത്തെ തുടർന്ന് 21-കാരി ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. സംശയം തോന്നിയ ഡോക്ടർ ആവർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രസവിച്ച കാര്യം അഞ്ജു സമ്മതിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ച ഇലവംതിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. കുഞ്ഞിന്റെ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. വിശദമായ മൊഴിയെടുക്കലിന് ശേഷം പോലീസ് കൊലക്കുറ്റവും ചുമത്തി. വലിച്ചെറിഞ്ഞപ്പോൾ തലയടിച്ചാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഗർഭിണിയായതും പ്രസവിച്ചതും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്ന അഞ്ജുവിന്റെ മൊഴി പോലീസിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബന്ധുക്കളെ ചോദ്യം ചെയ്യും. ഗർഭത്തിന് ഉത്തരവാദിയായ ആൺസുഹൃത്തിനെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കുഞ്ഞുമായി കുളിമുറിയിൽ വീണപ്പോഴാണ് പരിക്കേറ്റതെന്നും കുഞ്ഞ് മരിച്ചെന്നുമാണ് ആദ്യം യുവതി നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാതെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ക്ഷതം എങ്ങനെയുണ്ടായി എന്നത് ഫോറൻസിക് സർജൻ പരിശോധിച്ചു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് യുവതി അറസ്റ്റിലായത്. കഴിഞ്ഞ 17-ന് പുലർച്ചെയാണ് വീടിന്റെ ശുചിമുറിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പൊക്കിൾക്കൊടി വേർപ്പെടുത്തിയ ശേഷം കുഞ്ഞിനെ ചേമ്പിലയിൽ പൊതിഞ്ഞ് സമീപത്തെ പറമ്പിലെ വാഴയുടെ ചുവട്ടിൽ കൊണ്ടിടുകയായിരുന്നു. രക്തസ്രവം നിലയ്ക്കാതെ വന്നപ്പോൾ കിടങ്ങൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. സ്ഥിതി വഷളായതിനെ തുടർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കടയിലെ ഉഷ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തിയ യുവതിയെ പരിശോധിച്ചപ്പോൾ പ്രസവം നടന്നുവെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുകയായിരുന്നു. എന്നാൽ താൻ പ്രസവിച്ചിട്ടില്ല എന്ന നിലപാടിലായിരുന്നു യുവതി നിന്നിരുന്നത്. ഡോക്ടർ ഏറെ നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് പ്രസവിച്ചു എന്നും കുഞ്ഞു മരിച്ചുപോയി എന്നും പറഞ്ഞത്. തുടർന്ന് ഡോക്ടർ ഇലവുംതിട്ട പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ കാമുകനായ ഇലവുംതിട്ട സ്വദേശിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. കുമ്പഴയിലെ ലോഡ്ജിലും മറ്റുമായി പലതവണ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട്. യുവതി ഗർഭിണിയായ വിവരം അറിയാമായിരുന്നു. എന്നാൽ പ്രസവ തീയതി കണക്കുകൂട്ടിയത് തെറ്റിയതാണ് വിനയായത്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആകും പ്രസവം എന്നാണ് ഇരുവരും കരുതിയിരുന്നത്. എന്നാൽ മാസം തികഞ്ഞാണ് യുവതി പ്രസവിച്ചത് എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുൻപും കേരളത്തിൽ സമാനമായ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു തുടർക്കഥ എന്ന പോലെയാണ് നടക്കുന്നത്. സത്യത്തിൽ നവജാത ശിശുക്കളെ കൊന്നു കളയുന്ന ഈ അമ്മമാർക്കെതിരെ നടപ്പിലാക്കേണ്ട ശിക്ഷയുടെ അളവ് അത് ഉയർത്തുക തന്നെ ചെയ്യണമെന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒന്നും അറിയാത്ത ഇത്തരം കുഞ്ഞുങ്ങളെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഈ രീതി അതേ രീതിയിൽ തന്നെ ഈ അമ്മമാരെയും കൊല്ലണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉയർന്ന ആവശ്യം. എന്തായാലും ഇതൊരു തുടർക്കഥയായി മാറുന്ന ഈ ഒരു ഘട്ടത്തിൽ സ്വന്തം അമ്മയും അച്ഛനും ഒക്കെ തന്നെ നോക്കുകുത്തിയാക്കി നിൽക്കെ അവർ സ്വന്തം മകൾക്കുണ്ടാകുന്ന ശാരീരിക വളർച്ചയോ അല്ലെങ്കിൽ സ്വന്തം മകൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചോ ഒന്നും തന്നെ അറിയാതെ പോകുന്ന അച്ഛനമ്മമാർ സത്യത്തിൽ എന്തിനാണ് കഷ്ടപ്പെട്ട് കുടുംബം നടത്തുന്നതെന്ന് അടക്കമുള്ള ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. ഏതായാലും പഠിച്ച് കുട്ടികളൊക്കെ തന്നെ കീഴ്പോട്ട് പോകുന്നു, കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമുക്ക് പേടിപ്പിക്കുന്ന സത്യമായി മാറുന്നത്. എന്താണ് ഈ യുവതലമുറ കാട്ടിക്കൂട്ടുന്നത് എന്ന ചോദ്യം ഒക്കെ തന്നെ ഉയരുകയാണ്. എന്തായാലും പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെളിവിനായി എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ജനക്കൂട്ടവും പ്രതിഷേധവും ഒക്കെ തന്നെ ആണ് ഉണ്ടായിരുന്നത്. എന്തായാലും അതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത വലിയ പോലീസ് വിന്യാസം ഒക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ചേമ്പിലയിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് തലക്കടിച്ചു കൊന്ന ഈ 21-കാരിയായ അമ്മ അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം.